ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പല സ്ഥലങ്ങളിലും ആ കിറ്റ് എത്താത്തത് മൂലം വിതരണം ഇപ്പോഴും നടക്കാതെ ഇരിക്കുന്നുണ്ട്. BPL കാർഡുകാർക്കാണ് പല സ്ഥലങ്ങളിലും ഈ ഒരു പ്രശ്നം നേരിട്ടിട്ടുള്ളത്. ഇന്നലെ കമന്റിൽ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു, എല്ലാവരുടെ കിറ്റും വന്നിട്ട് പോരെ വീഡിയോ ഇടുന്നത്. നമുക്ക് അങ്ങനെ കഴിയില്ല. നമുക്ക് സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്ന്, നമ്മളൊരു ഇൻഫോ ചാനൽ എന്നുള്ള നിലയ്ക്ക് സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മളത് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അതായത് കേരളത്തിൽ മൊത്തത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു വിവരമാണ് നമ്മൾ നൽകുന്നത്. കേരളത്തിലുള്ള എല്ലാ റേഷൻ കടയിലും കിറ്റ് എത്തിയിട്ട് വീഡിയോ ഇട്ടാൽ പോരെ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ ഇടാൻ കഴിയൂല. അത് നിങ്ങൾ മനസ്സിലാക്കണം. 8 ലക്ഷം കാർഡ് ഉടമകൾ ഈ കേരളത്തിലുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് എല്ലാ റേഷൻ കടകളിലും ഈ സ്റ്റോക്ക് എത്തിയോ എന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് വീഡിയോ ഇടാൻ കഴിയുകയുമില്ല. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് സിവിൽ സപ്ലൈസ് വകുപ്പ് ഇന്ന ദിവസം ഈ സാധനം വിതരണം തുടങ്ങും എന്ന് പറയുമ്പോൾ നമുക്ക് അത് പറയാൻ കഴിയുള്ളൂ. നാളെ മുതൽ കിറ്റിന്റെ വിതരണം നമ്പർ നോക്കണ്ട, കാർഡിന്റെ നിറം നോക്കണ്ട, കിറ്റ് വാങ്ങാൻ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും കിറ്റ് വാങ്ങാവുന്നതാണ്. അതാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കാനുള്ളത്. നാളെ മുതൽ എത്ര ദിവസം കിറ്റ് വിതരണം ഉണ്ടോ ആ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കിറ്റ് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിറ്റ് പോയിട്ട് വാങ്ങാവുന്നതാണ്. നിങ്ങളുടെ റേഷൻ കടയിൽ കിറ്റ് വന്നിക്കണോ എന്ന് മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ മതി. നിങ്ങൾക്ക് പോയിട്ട് കിറ്റ് വാങ്ങാവുന്നതാണ്. നാളെ ഔദ്യോഗികമായിട്ട് കിറ്റ് വിതരണം ഉള്ളത് വെള്ള കാർഡിന്റെ 5, 6, 7, 8, 9 നമ്പറിൽ അവസാനിക്കുന്നവർക്കാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള എല്ലാ നമ്പറുകളും നമ്മുടെ ഈ പോസ്റ്റ് മെഷീനിലേക്ക് അപ്ഡേറ്റ് ആയി കഴിയും നാളെ. അപ്പോൾ അതിനുശേഷം എല്ലാ ആളുകൾക്കും മഞ്ഞ കാർഡായാലും പിങ്ക് കാർഡായാലും നീല കാർഡായാലും വെള്ള കാർഡായാലും നിങ്ങൾ കിറ്റ് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കടയിൽ കിറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ പോയിട്ട് കിറ്റ് വാങ്ങുക. അപ്പോൾ അതൊരു 20-ാം തീയതി വരെയൊക്കെ വിതരണം ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലും കിറ്റ് എത്താത്തത് മൂലം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ കടയിലെ നമ്പർ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വാങ്ങിക്കഴിഞ്ഞ് 4 മാസവും കിറ്റ് ഉണ്ടല്ലോ. കടയിൽ വിളിച്ചന്വേഷിക്കുക കിറ്റുകൾ എത്തിയിട്ടുണ്ടോ എന്ന്. നിങ്ങൾ കിറ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. അത് ഏത് കാർഡായാലും ഏത് നമ്പർ ആയാലും നിങ്ങൾക്ക് കിറ്റ് പോയിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിവരമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇനിയിപ്പോൾ നിലവിലെ ഒക്ടോബർ മാസത്തെ കിറ്റ് വിതരണം ഏത് രൂപത്തിലാണെന്ന് നമുക്കിപ്പോൾ ഒരു വിധത്തിലും പറയാൻ കഴിയില്ല. കാരണം സെപ്റ്റംബർ മാസത്തെ വിതരണം തന്നെ പൂർത്തിയാക്കാൻ ഇത്രയധികം പാടുപെട്ടു. ആ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയുടെ വാക്കൊക്കെ നമ്മൾ കേട്ടപ്പോൾ കരുതി ഇതൊക്കെ പെട്ടെന്ന് വിതരണം നടക്കും എന്ന്. പക്ഷേ അതിനും കുറെ താമസങ്ങളൊക്കെ വന്നു. പിന്നെ എന്തായാലും കുറെ ആളുകൾക്ക് വെളിച്ചെണ്ണ കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള പരാതി ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് സിവിൽ സപ്ലൈസ് ഓഫീസിൽ വിളിച്ചിട്ട് പരാതി പറയാം. നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പുറകിലുള്ള ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് പരാതി പറയാം. അപ്പം എങ്ങനെ കിട്ടും എന്നുള്ളതിനൊക്കെ നിങ്ങൾക്ക് അവിടെ വിളിച്ചിട്ട് നിങ്ങളുടെ റേഷൻ കാർഡിൽ നിങ്ങളുടെ റേഷൻ ഇൻസ്പെക്ടർ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ച് അതിനെ കുറിച്ചിട്ട് അറിയാൻ കഴിയും. വെളിച്ചെണ്ണ മിസ്സായി എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളതൊന്നും മിസ്സാവണില്ല. വില കുറഞ്ഞ സാധനങ്ങളും ഏതായാലും മിസ്സാവുന്നില്ല. ഏറ്റവും കൂടുതൽ വില ഉള്ള സാധനം വെളിച്ചെണ്ണ തന്നെയാണ്. ആ സാധനമാണ് പല ആളുകൾക്കും മിസ്സായിട്ടുള്ളത്. അപ്പോൾ ഇത് മനഃപൂർവ്വം ഇതിൽ നിന്ന് പാക്ക് ചെയ്യാൻ ഏൽപ്പിച്ച ജോലിക്കാർ ചിലപ്പോൾ അടിച്ചു മാറ്റുന്നതായിരിക്കാം. അല്ലാതെ ഇപ്പോൾ ആ സാധനം മാത്രമായിട്ട് മിസ്സാവാൻ സാധ്യതയില്ല. ഏറ്റവും വില കൂടിയ സാധനം വെളിച്ചെണ്ണയാണ്. ആ സാധനം മിസ്സാവുമ്പോൾ നമുക്ക് അങ്ങനെ അനുമാനിക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് തന്നെ നിങ്ങളുടെ കിറ്റ് ഒന്ന് പൊളിച്ചു നോക്കുക. അതിലെല്ലാ സാധനങ്ങളും ഈ 8 ഐറ്റം സാധനങ്ങൾ അതിൽ ഇല്ലേ എന്നൊന്ന് പരിശോധിക്കുക. ശേഷം മാത്രം നിങ്ങൾ കിറ്റ് വാങ്ങുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. മറ്റൊരു വീഡിയോ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം.